നമസ്തേ. ഞാൻ ശ്യാമള നായർ, ഓണർ ഓഫ് തലത്തൂർ ഹെറിറ്റേജ് ഹോം സ്റ്റേ. ഇത് തലത്തൂർ ഹെറിറ്റേജ് എന്ന് പറയുന്നത് ഒരു പഴയ ഒരു തറവാട് വീടാണ്, ഇൻഹെറിറ്റഡ് ഫ്രം മൈ ഫാദർ ഇൻ ലോ സൈഡ്. അപ്പം ആ പ്രോപ്പർട്ടി നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹോം സ്റ്റേ ചെയ്താൽ നന്നായിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പം പിന്നെ എൻ്റെ കുട്ടികളൊക്കെ വലുതായി, അവരൊക്കെ പല സ്ഥലത്തും പോയി. അപ്പം എൻ്റെ ലോൺലിനെസ്സിൽ എനിക്കൊരു തൽക്കാലം ഒരു എസ്കേപ്പുമായി. അങ്ങനെയാണ് ഞങ്ങൾ ഇത് തുടങ്ങാൻ വിചാരിച്ചത്. അപ്പം ഞങ്ങൾക്ക് ഒറ്റക്ക് തുടങ്ങാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ നെവ്യൂ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ട് അവൻ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി അവൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഞങ്ങൾ ഇത് തുടങ്ങി. അപ്പോൾ അവൻ പോയി, ഞങ്ങൾ രണ്ടുപേരും പോയി മിസ്റ്റർ നാഗേഷിനെ ടൂറിസം ഓഫീസിൽ മീറ്റ് ചെയ്തു. അതിൻ്റെ പേപ്പർ വർക്കും സാധനങ്ങളൊക്കെ ചെയ്തു. അവർ വന്ന് ഇൻസ്പെക്ഷനൊക്കെ ചെയ്തു, ലൈസൻസ് ഒക്കെ കിട്ടി. അങ്ങനെ ഞങ്ങളങ്ങനെ ഈഗേർലി ഫസ്റ്റ് ഗസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ഞങ്ങൾക്ക് ആദ്യത്തെ ഗസ്റ്റ് ഫ്രം ബോംബെ. അതൊരു ജേർണലിസ്റ്റ് ആയിരുന്നു, ഒരു പ്രൊഫസറായിരുന്നു. പിന്നെ അവരെ ഒരു മകളും മകനും, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ ഇവരെ കൂട്ടി വന്നു. ഫസ്റ്റ് ഡേ എനിക്ക് തോന്നുന്നു അവർ അത്ര ഒരു ഹാപ്പി ആയിരുന്നില്ല. പക്ഷെ സെക്കൻഡ് ഡേ ആകുമ്പോഴേക്കും അവർക്ക് ഞങ്ങളെ ബിഹേവിയറും ഞങ്ങളെ ഭക്ഷണവും ആ ഹോംലി അറ്റ്മോസ്ഫിയറും അതൊക്കെ കിട്ടാൻ തുടങ്ങി. 3 days നിന്നിരുന്നു. തേർഡ് ഡേ ആകുമ്പോഴേക്കും ഞങ്ങൾ വളരെ ക്ലോസ് ആയി, ഫ്രണ്ട്ലി ആയി. ഞങ്ങൾക്കും ആ ടെൻഷനും ഇതൊക്കെ പോയി. അവർ നല്ല അഭിപ്രായം, നല്ല റിവ്യൂ ഇട്ടു. അപ്പം ഞങ്ങൾക്ക് അതൊരു എന്താ പറയുക, ഒരു മോട്ടിവേഷനായി. ഇത് തുടർന്ന് പോവാൻ, നമുക്ക് എന്നും ചെയ്യാം എന്നുള്ളിടത്തേക്ക് എത്തി. പിന്നെ ബിജു നല്ലോണം മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ സമയങ്ങളിൽ ധാരാളം ഗസ്റ്റ്, ഫോറിനേഴ്സും അല്ലാതെയും ഇന്ത്യൻസും നോർത്ത് ഇന്ത്യൻസും എല്ലാ ടൈപ്പ് കേരളത്തിലുള്ള ഗസ്റ്റ് വരെ ധാരാളം കിട്ടിക്കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. തുടക്കത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഏതാണ് അവനെ അറിയായിരുന്നെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പേടിയായിരുന്നു. വല്ല കാരണവശാലും അവർക്ക് ഇവിടുന്ന് വല്ല അസുഖങ്ങൾ വരുമോ, അല്ല അവർക്ക് നമ്മുടെ സിസ്റ്റം ഇഷ്ടപ്പെടുവോ, നമ്മളെ ഫുഡ് ഇഷ്ടപ്പെടുവോ, അതൊക്കെ ഞങ്ങൾക്ക് വലിയ ഒരു ഇതായിരുന്നു. കുക്കിംഗ് സെക്ഷൻ ഞാൻ സ്വന്തം തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് അതിൽ പറ്റിയിട്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. പക്ഷെ അവർക്ക് എല്ലാവർക്കും ഞങ്ങളെ ഭക്ഷണം, തനി കേരള മലബാറി ഫുഡ്, ഈ വീട്ടിന്റെ ഹെറിഡിറ്ററി ആയിട്ടുള്ള തനതായ പഴയ ഭക്ഷണങ്ങളാണ് ഞങ്ങൾ കൊടുത്തത്. അതുകൊണ്ട് കുക്കിങ്ങിൽ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മൾ ഡേ ടു ഡേ ചെയ്യുന്ന ഈ മോഡേൺ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. നമ്മളെ പായസങ്ങൾ, എനിക്കറിയുന്ന പുഡിങ്ങുകൾ, പണ്ടത്തെ രുചികൾ, നമ്മളെ പറമ്പിലുള്ള ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, ഇലക്കറികൾ, അതൊക്കെ ആക്കുമ്പോൾ അവർക്ക് അത് ഒക്കെ പുതുമയായിരുന്നു. ഞങ്ങൾ പറയാൻ ചെയ്യും, പയറുണ്ടാകുമ്പോൾ പയറിന്റെ ഇല ഉപ്പേരിയും പയറ് മെഴുക്ക് വരട്ടി ആ ടൈപ്പിൽ കൊടുക്കുമ്പം അവർക്കൊക്കെ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയി തോന്നി. അതേപോലെ പണ്ടത്തെ സിസ്റ്റം, നമ്മൾ ഇല തട, അതറിയോന്നറിയില്ല നിങ്ങൾക്കൊക്കെ. പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ പ്ലേറ്റ് ഉണ്ടാവുന്നതിന് മുമ്പേ വാഴേന്റെ തണ്ടിങ്ങനെ വളച്ച് അതിൽ ഇല വെച്ച് അതിൽ കഞ്ഞിയും ഒരു വാഴ ഇലയിൽ മത്സ്യം, മറ്റേ വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ വിളമ്പി അങ്ങനെ കൊടുക്കുമ്പോൾ അതൊക്കെ അവർക്ക് ജീവിതത്തിൽ കാണാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് അവർ നല്ല റിവ്യൂ ഇട്ടു. അതുകൊണ്ട് ധാരാളം ഗസ്റ്റ് വരാൻ തുടങ്ങി. വളരെ നല്ല നിലയിൽ പോയി. ഞങ്ങൾക്ക് ആദ്യമൊന്നും പ്രശ്നമേ ഉണ്ടായിട്ടില്ല, വലിയ പ്രശ്നങ്ങൾ പറയാനുണ്ടായിട്ടില്ല. ഫോറിനേഴ്സ് ആയിക്കോട്ടെ, ഇന്ത്യൻസ് ആയിക്കോട്ടെ, ചില നോർത്ത് ഇന്ത്യൻ ടൈപ്പിൽ അവർക്ക് എരിപാടില്ല, തൈരും ചോറും മസ്റ്റാണ്. ചിലവർ അവരെ സിസ്റ്റമിന് മാറാൻ മടിക്കുന്നവരുണ്ടായിരുന്നു. അവർക്ക് സാമ്പാർ തന്നെ വേണം. 7 ദിവസം നിന്ന 7 ടൈപ്പ് സാമ്പാർ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജെയിൻസ് വരുമ്പോഴായിരുന്നു ആദ്യം കുറച്ച് പരിഭ്രമം ഉണ്ടായത്. അവർക്ക് ഉള്ളി പാടില്ല, ഇഞ്ചി പാടില്ല. പിന്നെ നമ്മൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അത് അവർ നേരത്തെ പറയുന്നത് കൊണ്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതിലൊന്നും വലിയ പ്രശ്നം വരാത്ത വിധത്തിൽ ഇതുവരെ പോയി. എൻ്റെ ഈ ഹോം സ്റ്റേ 100-200 വർഷം പഴക്കമുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. എൻ്റെ ഫാദർ ഇൻ ലോന്റെ ആ ഫാമിലി, ഞങ്ങൾ 4ാമത്തെ ജനറേഷനാണ്. അപ്പോൾ ഈ ഹോം സ്റ്റേന്റെ പണ്ടത്തെ ഈ വീട്ടിൽ പണ്ട് വരുന്ന ഒരു വഴിയാണ്, പടിപ്പുരയും ഇറങ്ങി വരുന്ന വഴിയാണ് ഈ കാണുന്നത്. ഞങ്ങൾ പഴയ കല്ലുകളൊക്കെ നിരങ്ങി എല്ലാം പോയത് കൊണ്ട് ഒന്ന് ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്ത് ചെറിയ റിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഒറ്റ കല്ലിൽ കൊത്തിയ പശുവിന് പണ്ട് വെള്ളം കൊടുക്കുന്ന ഒരു കല്ലാണത്. അത് വെറും ഒരു കല്ലാണത്. അത് നീക്കാനൊക്കെ പ്രയാസമാണ്. അതിലാണ് പശുവിനും ഇതിനൊക്കെ പണ്ട് വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത്. അതും ഞാൻ അവിടെ സേവ് ചെയ്ത് വെച്ചു, വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ട്. പിന്നെ ഇതാണ് ഞങ്ങളെ പത്തായപ്പുര. ഇവിടെ പണ്ടേ നെല്ല്, പിന്നെ തേങ്ങ, അടക്ക എല്ലാം സ്റ്റോർ ചെയ്യും. പിന്നെ ഇവിടെ തെയ്യമുണ്ട് ഞങ്ങളെ തറവാട്, ഇവരച്ഛൻ്റെ തറവാടിൻ്റെ.
അപ്പൊ ആ തെയ്യം ഇവിടെ വന്ന് ഈ പത്തായപ്പറ തുറന്ന് മഞ്ഞക്കുറിയൊക്കെ ഇട്ട് അതിപ്പോഴും നടത്തുന്നുണ്ട്. അതില് ഒന്ന് ബ്ലസ് ചെയ്ത് അപ്പോൾ ഞങ്ങൾ അതിങ്ങനെ പരിശുദ്ധമായിട്ട് ഇങ്ങനെ വെക്കുന്നതാണ്. മെൻസസ് ആയവരോ അങ്ങനെയുള്ളവരൊന്നും അവിടെ ഇന്നും പോകില്ല. അങ്ങനെ പോകാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അതിപ്പോൾ ഞങ്ങൾ നിലനിർത്തുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ റിപ്പയർ ചെയ്ത് വൃത്തിയാക്കിയിട്ട് എങ്ങനെയെങ്കിലും തലമുറകൾ കൈമാറാമെന്നുള്ള ഇതിൽ ആഗ്രഹത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ മദറിലോ ആണ്. ഈ വീട് രണ്ടാമത് 80 years ബാക്ക് റിനോവേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ള വീട് ഉണ്ടാക്കിയെടുത്തത് അമ്മയാണ്. അമ്മ ഒറ്റക്ക് ഇവിടെ നിന്ന് പൊരുതി. അമ്മ 42 വയസ്സിൽ വിധുവായതാണ്. അപ്പോൾ ചെറിയ ചെറിയ കുട്ടികളെ വെച്ച് ഇവിടെ വെച്ച് ഇതൊക്കെ നന്നാക്കി നടത്തിയത് അമ്മയാണ്. ആ കാണുന്നത് ഒരു പഴയ തൊട്ടിലാണ്, മുഹൂർത്ത തൊട്ടിൽ എന്ന് പറയും. ആദ്യം അത് പണ്ടേ ഈ വീട്ടിലുള്ളതാണ്. ജനിച്ച കുട്ടീനെ 28ാമത്തെ ദിവസം നമ്മൾ അതിലാണ് ഫസ്റ്റ് കിടക്കുക. അതിനാ ഒരു ഇതുണ്ട്. അത് ഒരു കൊട, നമ്മൾ തെയ്യത്തിനെല്ലാം ഉപയോഗിക്കുന്ന ഓലക്കൊടയാണ്. എൻ്റെ ഭർത്താവ് ഡോക്ടർ KK നായർ, കോടോത്ത് കുഞ്ഞമ്പു നായർ. ഡോക്ടർ കുഞ്ഞമ്പു നായരാണ് എന്നെ ഇതിന് പ്രോത്സാഹിപ്പിച്ചതും. എൻ്റെ ഭക്ഷണം നന്നായി എന്ന് എല്ലാവരും പറയുന്നത് അയാളുടെ ഒറ്റ കഴിവുകൊണ്ടാണ്. മൂപ്പർ വലിയൊരു ഭക്ഷണപ്രിയനായിരുന്നു. അതുകൊണ്ട് ഞാൻ തനതായ ഭക്ഷണങ്ങൾ പഠിച്ചെടുത്ത് അത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇത് ഞങ്ങളെ പൂജാ റൂമാണ്. ഇതിന്റെ ഈ മെയിൻ ഡോറൊക്കെ പണ്ട് 400 കൊല്ലം മുമ്പേ ഉള്ള വീടിന്റെ അതന്നെ ഇതിൽ വെച്ചതാണ്. അതിപ്പോഴും ഞങ്ങൾ വൃത്തിയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അത് വ്യാളി മുഖം എന്ന് പറയുന്ന സാധനമാണ്. അതും പണ്ടത്തെ വീട്ടിലുണ്ടായതാണ്. അത് വീടിനൊരു രക്ഷക്കൊക്കെ വേണ്ടി വെക്കുന്നതാണ്. അത് നമ്മളിപ്പോഴും അതേപോലെ തന്നെ ഇതാക്കുന്നുണ്ട്. ലക്ഷ്മി വിളക്ക് പണ്ടേ ഉള്ളത് കത്തുന്നതാണ്. ആ കിണ്ടി എന്നൊക്കെ പറയുന്ന അതൊക്കെ പഴയ സാധനങ്ങൾ തന്നെയാണ്. അതിനൊന്നും നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല. ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനീന്റെ കാലത്തുള്ള ഒരു കോയിനാണ്. അത് ഈ വാതിലൊക്കെ ആ സമയത്ത് ഇങ്ങനെ കൊല്ലം കാണിക്കാൻ അവർ അത് തറച്ചു വെക്കലുണ്ട്. അങ്ങനെ വെച്ച ഇതാണ്. ഇതൊക്കെ പഴയ വീടിന്റെ വാതിലുകൾ തന്നെയാണ്. അമ്മമ്മയും അച്ചച്ചനുമാണ്. ഇവര് വടകരയാണ്. ഞാൻ വടകര നാട്ടുകാരിയാണ്. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതാണ്. അപ്പം എൻ്റെ അച്ചച്ചൻ എന്ന് പറയുന്നത്, അമ്മേൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് VKK നമ്പ്യാർ, മദ്രാസ് ഗവൺമെന്റിന്റെ കീഴിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് ജഡ്ജായിട്ട് വർക്ക് ചെയ്ത ആളാണ്. അമ്മമ്മ അച്ചച്ചൻ്റെ കൂടി മധുരൈ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജീവിച്ച് അന്നത്തെ എല്ലാ മോഡേൺ അറിവുകളും എല്ലാം ഉണ്ടായ ഒരു ലേഡിയാണ്. വളരെ പ്രൗഢഗംഭീരമായ ഒരു സ്ത്രീയായിരുന്നു. ഈ ഫോട്ടോ പറയാൻ വെച്ചാൽ ഒരു 10-70-80 കൊല്ലം മുമ്പേ നമ്മൾ ഫ്രെയിം ചെയ്തിട്ട് വെച്ച ഫോട്ടോ ആണിത്. അതിന്റെ ഫ്രെയിമും ഒന്നും ചീത്തയായിട്ടില്ല. അവര് മരിച്ചിട്ട് തന്നെ കൊല്ലങ്ങൾ കുറേ ആയിട്ടുണ്ടാവും. 10-100 വർഷത്തിന് മേലെ ആയിട്ടുണ്ടാവും. എന്താ വെച്ചാൽ എൻ്റെ അമ്മ മരിക്കുമ്പോൾ 80 years ആണ്. അത് 2000-ലാണ്. അപ്പം അതിൻ്റെയൊക്കെ എത്രയോ മുമ്പേ മരിച്ചതാണ്. പക്ഷെ ഈ ഫോട്ടോ ഒന്നും ആയിട്ടില്ല ആ സമയത്ത് ചെയ്തത്. അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ വീട് കണ്ടു, എൻ്റെ പ്രോപ്പർട്ടി എല്ലാം കണ്ടു. ഇത് ഇത്രയും കൊല്ലമായിട്ട് 2013 മുതൽ 26 വരെ കൊറോണ സമയം ഒഴികെ ബാക്കി എല്ലാ സമയത്തും ധാരാളം നല്ല ഗസ്റ്റുകളൊക്കെ വന്നു. നല്ല എക്സ്പീരിയൻസും എൻ്റെ ജീവിതത്തിൻ്റെ ഈ കൊല്ലങ്ങൾ പോയത് എനിക്ക്
എൻ്റെ ഒറ്റപ്പെടലിലും ഞാൻ അറിഞ്ഞില്ല. 2021 എൻ്റെ ഹസ്ബൻഡ് വെച്ച് ഞാൻ ഒറ്റക്കായിരുന്നു. അതിനുശേഷം എനിക്കിത് കൊണ്ടുപോകാൻ കഴിഞ്ഞു. നല്ല നല്ല ഗസ്റ്റും നല്ല റിവ്യൂസും നല്ല അഭിപ്രായങ്ങളും ഇപ്പോഴും അവരുമായിട്ട് പലരുമായിട്ട് എനിക്ക് കോണ്ടാക്റ്റും പലരും മടങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് ആകപ്പാടെ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു എനിക്ക് തോന്നിയത് നല്ലൊരു എൻ്റെ ഇത് സന്തോഷപൂർണ്ണമായി ജീവിക്കാൻ പറ്റുന്നത് ഈ ഹോം സ്റ്റേ കൊണ്ടാണ്. വെറുതെ മടി പിടിച്ചിരുന്ന് ഇങ്ങനെ എനിക്ക് രോഗമാണെന്നൊന്നും ആലോചിക്കേണ്ട സമയമില്ല. ഞാൻ ഈ പ്രായത്തിലും ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഈ ഒരു ഹോം സ്റ്റേ കൊണ്ടാണ്. എനിക്കത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുക. രാവിലെ എണീറ്റ് എല്ലാ റൂമും ഓക്കെ ആണോ, പെർഫെക്റ്റ് ആണോ, പഴയ വീടിന് വന്ന വല്ല തകരാറുകളുണ്ടോ, അത് അപ്പം കറക്റ്റ് ചെയ്തു. അതിൻ്റെ മെയിൻറ്റെയിൻസിനൊക്കെ വേണ്ടത് എനിക്ക് ഹോം സ്റ്റേയിൽ കിട്ടും. അപ്പോൾ എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും വറീസ് ഇല്ല. എന്തെങ്കിലും കിട്ടിയാൽ നല്ല വൃത്തിയിൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അത് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നല്ല നല്ല ഭക്ഷണം കൊടുത്ത് എല്ലാവരെയും സന്തോഷവതിയാക്കി നിർത്തുക. അപ്പം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ ഹോം സ്റ്റേയിൽ വന്നിട്ട് പഴമ ആസ്വദിക്കുകയാണെങ്കിൽ എല്ലാവരും വന്ന് നിങ്ങൾക്ക് പഴയ വിഭവങ്ങളും പഴയ സ്റ്റോറീസും എല്ലാം ഒരു നൊസ്റ്റാൾജിക് മൂവ്മെൻറ്റ്, ഒരു ഗ്രാൻഡ് പാരൻറ്റിൻ്റെ വീട്ടിൽ വന്ന ഫീലിംഗ് ആണെന്നാണ് എൻ്റെ ഗസ്റ്റുകളൊക്കെ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും വന്ന് ഒന്ന് എൻ്റെ ഹോം സ്റ്റേയുടെ അനുഭവം പങ്കിട്ടിട്ട് പോകാം. ഞാൻ എല്ലാവരും ക്ഷണിക്കുന്നു.